ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായി അല്ലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല, പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വൃത്തിയാക്കാൻ നിന്നിട്ടില്ല. വൃത്തിയാക്കാൻ നിന്നാൽ വീഡിയോ എടുക്കാനുള്ള മൂഡ് പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മുടിയൊക്കെ അഴിച്ച് പറത്തിയിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ് കാണിക്കാൻ പോകുന്നത്. വെറുതെ സസ്പെൻസ് ഇട്ടാണ്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ ഹീറ്റ്ലെസ് കേൾസ് എന്ന് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിലും ഫെയിലിയർ ആവുകയാണെങ്കിലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഞാനിതൊരു 1 ഇയറിന് മുകളിലായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എല്ലാ അവധി ദിവസത്തിൻ്റെയും തലേ ദിവസം, അതായത് നാളെ അവധിയാണെങ്കിൽ ഇന്ന് ഞാൻ വിചാരിക്കും ഓക്കെ ഇന്ന് രാത്രി ഞാനിത് ചെയ്തിട്ട് കിടക്കും, നാളെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. അപ്പം ഇന്നിപ്പോൾ കറക്റ്റ് ഞാൻ കിടന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വീഡിയോ ഇങ്ങനെ എൻ്റെ ഫീഡിൽ വന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വൃത്തിയാക്കാൻ നിന്നില്ല. എല്ലാം വൃത്തിയാക്കാൻ നിന്നാൽ വീഡിയോ എടുക്കാനുള്ള മൂഡും പോകും. അപ്പോൾ 11 മണിയായിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് വേഗം ചെയ്തിട്ട് കിടക്കാം, എന്നിട്ട് നാളെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാം വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ഇതിന് വേണ്ട സംഭവങ്ങൾ, അതായത് ഹീറ്റ്ലെസ് കേൾസ് ട്രൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നത് ഈ ഒരു സാധനം. ഇത് നിങ്ങളുടെ പലരുടെയും കയ്യിൽ കാണുമായിരിക്കും. ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന അവസാനത്തെ വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ ഈ സാധനമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 സ്ക്രഞ്ചീസ്, സാറ്റിൻ്റെ 2 സ്ക്രഞ്ചീസും വരുന്നുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഒന്ന് കൺഫേം ചെയ്യാം, എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൺഫേം ചെയ്തേക്കാം. അപ്പോൾ ഇത് രണ്ടും, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ടെന്നാണ് എല്ലാവരും എല്ലാ വീഡിയോസിലും പറയുന്നത്. പക്ഷേ ക്ലിപ്പ് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ക്ലിപ്പും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ബ്രഷാണ്. പക്ഷേ ഇപ്പോൾ ബ്രഷും കാണുന്നില്ല, അതുകൊണ്ട് അതും തപ്പാൻ നിന്നില്ല. ഞാൻ സാധാരണ ഒരു കോമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഡാം ഹെയർ ആണ് വേണ്ടത്. അപ്പോൾ മുടി ഇപ്പം എൻ്റെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് വെറ്റാക്കണം. അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഒന്ന് പണ്ടെങ്ങാണ്ട് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇത് വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അത് കളഞ്ഞിട്ട് അതിനകത്ത് പച്ചവെള്ളം നിറച്ചാണ് കേട്ടോ ഇത്. സോറി, ബേസിക്കലി മുടി ഒന്നിങ്ങനെ കണ്ടോ സ്പ്രേ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോട്ടിൽ എടുത്താണ്. ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് കൈവച്ച് വെറുതെ ഒന്നിങ്ങനെ നനച്ച് വിട്ടാലും മതിയായിരിക്കും. എനിവേസ് ഇതുള്ളത് കൊണ്ട് ഞാനിതെടുത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് മുടി കറക്റ്റായിട്ട് ഒന്ന് പാർട്ടീഷൻ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പുറത്തെ മിററിൽ നോക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് പാർട്ടീഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നിട്ട് ബാക്കിൽ നമ്മളിങ്ങനെ കുറച്ച് സിഗ്സാഗായിട്ട് എടുക്കുക. അപ്പം 2ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ മുടി ഒന്ന് വെറ്റാക്കി കൊടുക്കാം. ഓൾറെഡി പറഞ്ഞത് പച്ചവെള്ളം കേട്ടോ, വേറെ ഒന്നുമല്ല. ബോട്ടിലില്ലെങ്കിൽ സാധാരണ കൈവച്ച് നമ്മൾ ഒന്ന് വെറ്റാക്കി കൊടുത്താൽ മതി. ഒരുപാട് നനയ്ക്കണമെന്നില്ല. ഡാം ഹെയർ ഈ സൈഡ്. അപ്പോൾ മുടി നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ ഒത്തിരി അല്ല, പക്ഷെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഡാം ഹെയർ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കണം. ബ്രഷാണ് കേട്ടോ നല്ലത്. പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ ബ്രഷ് ഉണ്ടായിരുന്നു, കാണുന്നില്ല, തപ്പാൻ നിന്നില്ല. ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ഒന്ന് ചീവി കൊടുക്കുകയാണ്. അതായത് മുടിയിൽ കെട്ടൊന്നും വീഴാൻ പാടില്ല, കുറച്ച് സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മുടി സെറ്റായിട്ടുണ്ട്. മുടി നനച്ചു. ഇനി ഈ സാധനം ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. കാണുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നിയത് തരും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ സാറ്റൻ ആയതുകൊണ്ട് സ്ലിപ്പായി പോകും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഫസ്റ്റ് മുകളിൽ എന്തോ ഒരു സൗണ്ട്,
ഞാൻ തമ്നെയിലിന് വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തത്. എന്താണ് ഇത്ര നോയ്സ് ഈ രാത്രിയിൽ? ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻ വിട്ടിട്ടില്ല, ചൂടെടുത്തിട്ട് വയ്യ. എനിവേസ് ഇത് കണ്ടോ, ഒത്തിരി ബാക്കിലും അല്ല ഒത്തിരി ഫ്രണ്ടിലും അല്ലാണ്ട് ഈ സാധനം നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് കുറച്ച് മുടിയെടുത്ത് നമ്മൾ ഇതിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. കേൾസ് എങ്ങനത്തെ വേണം എന്നൊക്കെ ഇത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഒത്തിരി താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് ലൂസ് കേൾസ് ആയിരിക്കും. ഇവിടെ തന്നെ നമ്മളിങ്ങനെ മുകളിൽ തന്നെ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ക്ലോസ്ഡ് കേൾസ് ആയിരിക്കും എന്നാണ്. അറിയത്തില്ല, ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ അല്ല, സക്സസ് ആവുമെന്ന് അറിയാണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ട്രൈ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. അപ്പം എന്നിട്ട് ഇത് എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ അടുത്ത സ്ട്രാൻഡ് എടുത്തിട്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ അത് വിട്ടു പോകരുത്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകണം. എനിക്ക് കുറച്ച് ഓൾറെഡി സെമി വേവി ഹെയർ ആയതുകൊണ്ട് എനിക്ക് ലൂസായിട്ടുള്ള കേൾസ് വേണ്ട, എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ അങ്ങനത്തെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തമ്പുരാൻ അറിയാം എന്താവുമെന്ന്. നോക്കാം, നമ്മൾ ട്രൈ ചെയ്യാം. ഇത് സെയിം ഇങ്ങനെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക താഴെ വരെ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ നമ്മൾ ഹീറ്റൊന്നും യൂസ് ചെയ്യാതെ ഹെയർ കേളായിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിത് ചുമ്മാ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ വന്ന് ഭയങ്കര മടിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യണം. ഈ വർഷം തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും വീഡിയോസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് ഇടും എന്നൊക്കെ വിചാരിച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും വീക്കെൻഡ് ആവട്ടെ, നാളെ ഇതന്നെ മടിച്ച് ചെയ്യാം. ഏതായാലും ഇത് ഞാൻ ഇങ്ങനെ ഇമ്പൾസീവായിട്ട് കൈ വേദനയ്ക്കും. ഇത് ചെയ്യുമ്പോൾ കൈ നല്ല വേദന എടുക്കും. ഇത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും പാടുള്ള പരിപാടി ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കലാണ്. അടുത്ത സ്ട്രാൻഡ് വരുന്ന വരെ ഈ വിരൽ നമുക്ക് നല്ല വേദനിക്കും. ഇതൊരു കഷ്ടപ്പാടല്ലേ, നല്ല കാര്യമുള്ളതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് നാളെ കൊള്ളത്തില്ലെങ്കിലാണ് കോമഡി. അങ്ങനെ ഒരുവിധം ഒരു സൈഡ് ഞാൻ എന്തൊക്കെയോ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമ്മൾ ഈ സ്ക്രഞ്ചിയിട്ട് ടൈറ്റൻ ചെയ്യണം. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്ക് അറിയില്ല. മീൻസ് ഞാൻ പറഞ്ഞത് ഓക്കെ പറയാം. ഒരു സൈഡ് എന്തൊക്കെയോ ചെയ്തു, അറ്റമൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര കൈയൊക്കെ വേദനിച്ചിട്ട് ചുമ്മാ തട്ടിക്കൂട്ടുമായിരുന്നു. ഏതായാലും ഒരു സൈഡ് ഞാൻ എന്തൊക്കെയോ ചെയ്തപ്പോൾ എന്താ ഈ സ്ക്രഞ്ച് ഇട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ക്രഞ്ച് ഇട്ട് ഇവിടെയും കൂടെ നമുക്ക് റോൾ ചെയ്ത് വയ്ക്കാം ലാസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സൈഡ് ചെയ്യാം. ഓർക്കാൻ നല്ല കൈ വേദന. ഈ രണ്ട് വിരലിന് നല്ല വേദന എടുത്തു, കഴച്ചു. അങ്ങനെ ഒരുവിധം പണി പൂർത്തിയായി. പക്ഷെ കുറച്ച് തട്ടിക്കൂട്ടാണ് കേട്ടോ. താഴോട്ടൊക്കെ ഇപ്പം എനിക്ക് കൈ കഴിച്ചിട്ട് എന്തേലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാനങ്ങ് ബുഷിടുമായിരുന്നു. നീ എന്താവും എന്ന് അറിഞ്ഞുവിടാം. ഇനി നമുക്ക് ഈ സാമാനം, ഈ ക്ലിപ്പ് ഊരാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഊരുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക് കിടക്കുമ്പോഴത്തെ. ആസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് കുഴപ്പമില്ലല്ലേ, വലിയ തരക്കേടില്ലാണ്ട് ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങോട്ടൊക്കെ തട്ടിക്കൂട്ടായിരുന്നു. അതിൻ്റെ നാളെ കഴിക്കുമ്പോൾ കാണാനുണ്ടായിരിക്കും ചിലപ്പം. വലിയ പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ലായിരിക്കും താഴോട്ടൊക്കെ.
ഈ സൈഡും കണ്ടോ, ഇങ്ങനെ മുടി നിൽക്കാൻ പാടില്ല ആക്ച്വലി. ഇത് അതിനകത്ത് പോകേണ്ടതാണ്, പക്ഷെ എനിക്ക് കൈ കഴിച്ചിട്ട് പറ്റണില്ലായിരുന്നു. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊക്കെയായിരുന്നു. ടോട്ടൽ ഒരു 20 to 25 മിനിറ്റ്സ് എടുത്തു 2 സൈഡും ചെയ്യാൻ. ഇത് ഞാൻ വേറെ ഏതെങ്കിലും ബുഷും കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എനിവേസ്, രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് രാവിലത്തെ ഇതിൻ്റെ ഒരു ഇരിപ്പിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 8-8.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 11 തൊട്ട് ഇപ്പോൾ ഒരു 8 മണി ആവാറായി രാവിലെ. അപ്പം ഇങ്ങനെയാണ് രാവിലെ ഇതിരിക്കുന്നത്. ഈ ടോപ്പ് പോർഷനൊക്കെ നല്ല ലൂസായിട്ട് അഴിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ചിരുന്ന സാധനം പുറകിൽ പോയി ഒരു കുന്നായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഏതായാലും നമുക്കിത് അഴിച്ച് നോക്കാം. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല, കാരണം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഓൾറെഡി അഴിഞ്ഞ പോലെ കണ്ടോ, ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെ അല്ല കിടക്കണ്ട, നല്ല ടൈറ്റായിട്ട് ഇരിക്കേണ്ട സാധനം. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ടൈറ്റ് ചെയ്ത് പോകണമായിരിക്കും. പക്ഷെ എൻ്റെ മുടി അങ്ങനെ ഇരിക്കണല്ലോ. ഒന്നാമത് മുടി കുറച്ച് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ മുടിയുടെ ടെക്സ്ചറും അങ്ങനെയാണ്. പിന്നെ ഇത് സാറ്റിനുമാണ്. അപ്പം എല്ലാം കൂടി അങ്ങോട്ട് സിങ്ക് ആയില്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഏതായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഞാനിതിൻ്റെ താഴെ വേറെ ബുഷും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ എൻഡ് ഇതിനെ അകത്ത് നിൽക്കാത്തത് കൊണ്ട്. ആദ്യം അത് വരാം. ഇതൊക്കെ ഊരി വരുന്നുണ്ട്. ഓക്കെ, ടൂ മച്ച് കേളി അല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓൾറെഡി വേവി ആണല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഒരു നല്ല വേവി ആയി എന്ന് തോന്നുന്നു. അറിയത്തില്ല, ഇനിയുണ്ടോ ബുഷ്? ഈ സൈഡും കൂടെ വയ്ക്കാം. ഇത് ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 2 ബുഷ് ഊരി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ 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 ഊരിയെടുക്കുക. ഇവിടെ എന്ത് സ്റ്റക്കായിട്ടുണ്ട്? ഒരു ബുഷും കൂടെ ഉണ്ടാകും. അതിന് 2 ക്ലിപ്പൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. കേൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല കേളി ആയിട്ടുണ്ടല്ലേ. ഈ സൈഡ് ഓക്കെ, നല്ലതായിട്ടുണ്ട്. ഈ സൈഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഈ സൈഡ് അത്ര ആയിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ബ്രഷ് എടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ വലിയ സൈഡ് ഉണ്ടല്ലോ അവിടെ വെച്ച് ചെയ്യണേ. ചീവ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ചീവിയൊക്കെ കുറച്ച് പോയ പോലെ. പക്ഷെ ഫൈൻ അല്ലേ. ഹീറ്റൊന്നും അപ്ലൈ ചെയ്യാതെ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഈ സൈഡ് ഈ പോർഷനൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ ഹെയറിൻ്റെ പോലെ തന്നെ കുറച്ച് ഇവിടെ ഒന്നുകൂടെ വേവിയായി. അല്ലാണ്ട് കേളി ആയി എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടോ, ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് നല്ല കേൾസ് ഒക്കെ വന്നിട്ടുണ്ട്. I hope you can see. കണ്ടോ, നന്നായിട്ടുണ്ട്. I like it. പക്ഷേ ഈ സൈഡ് കുറച്ചും കൂടി നൈസായിട്ടുണ്ട്. ഇതുണ്ടോ, തംബ്നെയിലിന് വേണ്ടി പോസ് ചെയ്തത്. സോ ഇതാണ് എൻ്റെ ഹീറ്റ്ലെസ് കേൾസ്. ഞാൻ കുറച്ചും കൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. കണ്ടോ, ഞാനൊരു 1 ഇയറിന് മുകളിലായി ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. വീഡിയോ അല്ല, ഇത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെയ്തപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. എനിവേസ്,
ഇത് കുറച്ചും കൂടെ നേരത്തെ ട്രൈ ചെയ്യാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഷൂട്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവും. എനിക്ക് എന്തായാലും ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള മറ്റേ കേളി അത് യൂസ് ചെയ്ത് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അത് ഇത്രയും നല്ല റിസൾട്ട് വരുമോയെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കുറച്ച് കഷ്ടപ്പെടണം. എന്നാലും കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കൈ കുറച്ച് ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ പിടിച്ച് വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിവേസ് ഐ എം ഹാപ്പി വിത്ത് ദ റിസൾട്ട്. അപ്പോൾ ഹീറ്റ്ലെസ് കേളിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ്സ് അറിയാമെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും, ട്രൈ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അറിയാൻ മേലാത്തവർക്ക് വേണമെങ്കിൽ കാണാമല്ലോ. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.